എന്നോട് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്നോ റാങ്ക് മേടിക്കണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് 2 രാത്രി ഉറക്കം പോയി. നമുക്ക് വിശ്വസിക്കാം. ഞങ്ങൾ 2-3 ദിവസം കറങ്ങി നടന്നു. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പലരും ഒരു ഒഴികഴിവാണ്. ചിലർ പറയാം എനിക്കൊരു കത്തെഴുതാൻ സമയമില്ല, സാറങ്ങനെ നോവൽ എഴുതി. അത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. പഞ്ചാബിൽ പോയാൽ പഞ്ചാബി കേട്ടാൽ മനസ്സിലാവും, കന്നഡ കേട്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ തെലുങ്ക് മനസ്സിലാവും, തമിഴ് നന്നായിട്ട് മനസ്സിലാവും. സഭ ടി വിയുടെ സെൻട്രൽ ഹാൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മലയാള സാഹിത്യ ചരിത്രത്തിലെ സർഗാത്മക രചനയിൽ തനത് മുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ സേതു സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ വല്ലാതെ വിഭ്രമിപ്പിച്ചു കൊണ്ടിട്ട് ഒരു ബ്രഹ്മാത്മകമായ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു എഴുത്ത് രീതി മലയാളത്തിലെ ആധുനിക സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരാളാണ് സേതു സാറ്. കാരണം അന്ന് വരെയും സാധാരണ രീതിയിൽ തനതായ രീതി സങ്കല്പങ്ങളിലൊക്കെ മാത്രം ഭാഷയും അല്ലെങ്കിൽ അതുപോലെയുള്ള ബിംബകൽപ്പനകളുമൊക്കെ ഉണ്ടാക്കിയതിനെയൊക്കെ മറികടന്നുകൊണ്ട് സേതു സാറ് വന്നപ്പോൾ സാഹിത്യലോകം വളരെ ശ്രദ്ധയോടെയാണ് അത് കണ്ടത്. എന്തായാലും സാറിൻ്റെ ആ എഴുത്ത് വഴികളിലേക്കുള്ള ആ ഒരു സഞ്ചാരത്തെക്കുറിച്ച്, എങ്ങനെയാണ് എഴുത്തിലേക്ക് ആദ്യം വന്നതെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാം. വാസ്തവത്തിൽ ഈ പണ്ട് പറയാറുണ്ട്, ഈ താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലെ എന്നുള്ള പ്രയോഗമുണ്ട്. കേട്ട് പഴയ പ്രയോഗം. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. കാരണം നമുക്കൊക്കെ അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നു. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന് അവിടെ നിന്ന് അക്കാലത്ത് വൈദ്യുതി പോലും ഇല്ലായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട്. അപ്പോൾ അക്കാലത്ത് നമ്മൾ കാണുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ബ്രഹ്മാത്മകത എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, നമ്മുടെ മനസ്സിൻ്റെ അടിമനസ്സിൽ പൂണ്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ അക്കാലത്തൊക്കെ ഇപ്പോൾ ഈ നാട്ടുപുറങ്ങളിൽ നമുക്ക് വെളിച്ചമൊന്നുമില്ല, രാത്രിയായ നല്ല ഇരുട്ടാണ്, കുറ്റ ഇരുട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇടവപ്പാതി കാലമുണ്ട്, ഇന്നത്തെ പോലെയല്ല. 3 മാസം തിമർത്ത് മഴയാണ്, സൂര്യനെ വളരെ അപൂർവമായിട്ട് കാണുള്ളൂ. അപ്പോൾ രാത്രി ഇടിമിന്നൽ, മഴ, കാറ്റ്, പതിലിയും മരങ്ങൾ, ആടി ഉലയുന്ന മരങ്ങളുടെ നിഴലുകൾ. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടിയുടെ, ഒരു 6-7 വയസ്സായ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് എൻ്റെ തറവാട് വീടിൻ്റെ മുൻവശത്ത് ഒരു വലിയ പാലയുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് കാരണവന്മാർ പറയും അതിൻ്റെ മുകളിൽ യക്ഷിയുണ്ടെന്ന് പറയും. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു രസം എന്നുള്ളതിൽ പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ കടന്നുകൂടുകയാണ്. കാരണം നമുക്കറിയാൻ വയ്യാത്ത, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത എന്തൊക്കെയോ നടക്കുന്നു. പിന്നെ വേറൊന്നുണ്ട്. ഇപ്പോൾ അക്കാലത്തൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ കുറേ മരണങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പറമ്പിൻ്റെ തെക്കേ അറ്റത്ത് ഒരുപാട് ദഹിപ്പിക്കൽ നടന്നു. അപ്പോൾ ഈ കുട്ടികളോട് പറയുമ്പോൾ അവിടെ നിന്ന് പോയി ജനലിൽ അങ്ങോട്ട് പോകാൻ പാടില്ല, മാത്രമല്ല ജനലിൽ കൂടി നോക്കരുതെന്ന് പറയും. എന്നാലും ഞങ്ങൾ ഒളിച്ചൊക്കെ നോക്കും. അപ്പോൾ ഈ തലച്ചോറ് പൊട്ടി ചെതറുക എന്നൊക്കെ പറയുന്നത് പൂക്കുറ്റി കത്തുന്ന പോലെയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ചെറിയ പ്രായത്തിൽ, നമ്മൾ ഈ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രായത്തിൽ നമ്മുടെ മനസ്സ് കിടപ്പുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങനെ ആദ്യകാലത്ത് കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ കുറേ അറിയാതെ കടന്നു വന്നു, മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതേവരെ ഉണ്ടായിരുന്ന റിയലിസത്തിനോട് ഞങ്ങളുടെ തലമുറയ്ക്ക് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റേതായ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാൽപ്പനിക ഭാവം വന്നു. വാസുദേവൻ നായരും പത്മനാഭനും മോഹനും എല്ലാവരും അവരവരുടേതായ രീതിയിൽ അതിമനോഹരമായിട്ട് എഴുതിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം, ഈ പായസം ഒരുപാട് കുടിക്കുമ്പോൾ അതിൽ നിന്ന് അല്പം ഒരു മാറ്റം വേണമെന്ന് തോന്നില്ലേ?
അങ്ങനെ ഒരു പ്രകടമായ ശ്രമമായിരുന്നില്ല, അങ്ങ് സംഭവിച്ചു പോയതാണ്. അപ്പം ആദ്യകാലത്തെ എഴുത്തിൽ ഈ പറഞ്ഞ പോലെ വിഭ്രാമകമായ ചില അനുഭവങ്ങളൊക്കെ ഞാൻ അറിയാതെ കടന്നു വന്നു. അതാണ് ആ എഴുത്തിലൊക്കെ വന്നത് പ്രധാനമായിട്ട്. സർ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ എഴുതുമായിരുന്നോ അതോ പിന്നീടാണോ എഴുതിയത്? ഇല്ല, ഞാൻ വാസ്തവത്തിൽ ഒരു അന്തർമുഖനായിരുന്നു. കാരണം വാസ്തവത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അമ്മ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറയും, സ്കൂൾ പുസ്തകങ്ങൾ, ക്ലാസ് പുസ്തകങ്ങളൊക്കെ വായിച്ചോ, അല്ലാതെ നീ എങ്ങനെയെങ്കിലും പാസ്സായിക്കോളും. എന്നോട് ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്നോ റാങ്ക് മേടിക്കണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ 92 വയസ്സിൽ അമ്മ മരിക്കുന്നതിന് ഏകദേശം കിടപ്പിലാവുന്നതിന് 2-3 മാസം മുമ്പ് വരെ മാതൃഭൂമി വന്നില്ലേ, കലാമതി വന്നില്ലൊക്കെ ചോദിക്കും. അപ്പം നമ്മളിതൊക്കെ കണ്ടാൽ വളരുന്നത്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആദ്യകാലത്ത് അമ്മയുടെ മടിയിൽ കിടന്നിട്ട് കാണാൻ ഈ ബഷീറിനെയും ഉറൂബിനെയൊക്കെ വായിച്ചിരുന്നേ. ഇപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യം വരുന്നു, ആനവാരിയും പൊൻകുശും വരുന്നു, അമ്മ വായിച്ച് കേൾപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി പോകും. അപ്പോൾ ഇതൊരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനോട് ശരിക്കുള്ള കടപ്പാട് അമ്മയോട് തന്നെയാണ്. അച്ഛൻ പൂനെയിലായിരുന്നു, അച്ഛനിങ്ങനെ വായിക്കുന്ന പ്രകൃതമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് വാസ്തവത്തിൽ എഴുത്തിലേക്കുള്ള വഴി കിട്ടുന്ന അവിടെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അമ്മയായിട്ട് സാറിനൊരു ഭയങ്കര കൂടിച്ചേരലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമണ്ണയിൽ ചവിട്ടി നിൽക്കുക, അല്ലെങ്കിൽ ചാണകം കയ്യെ പുരണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അത്ര ചീത്തക്കാര്യമല്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് ചെറിയ ചെറിയ കൃഷി കാര്യങ്ങൾ ഒക്കെ അങ്ങനെ മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം കുഞ്ഞുനാളിലെ മുതലേ അമ്മ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ തറവാട്ടിലെ വീട്ടിലൊക്കെ കുറച്ച് വലിയ പറമ്പാണ്. ഇവിടുത്തെ പോലെയല്ല, അവിടെയൊക്കെ ഈ മലവെള്ളം കയറും, നന്നായിട്ട് വെള്ളം കയറും. പക്ഷേ അത് ഇറങ്ങിപ്പോകും. ഇപ്പോൾ നമ്മൾ 2018 ഉണ്ടായതുപോലെയല്ല, അതൊക്കെ നമ്മളെ പേടിപ്പിച്ചു. ഇത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് വെള്ളം കയറുന്നതും ഇറങ്ങിപ്പോകുന്നതും. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിനെ സ്നേഹിച്ചിരുന്നു, ആ വെള്ളപ്പൊക്കത്തിന്. അപ്പോൾ ആ കാലത്ത് ഈ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മണ്ണൊക്കെ ഫലഭൂയിഷ്ടമാകും. കാരണം എക്കലും മണ്ടലും വന്ന് അടിയുക. പിന്നെ ചെളി ഇടും, നമ്മൾ മണലിടും. അപ്പോൾ ഇവിടെയൊക്കെ ഈ കൃഷി എന്ന് പറഞ്ഞാൽ എന്ത് കുത്തിയാലും ഉണ്ടാവും. പിന്നെ അമ്മയുടെ എന്ത് വേണമെങ്കിലും അമ്മ നട്ടാൽ നല്ല കാച്ചു വരും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഫലവൃക്ഷങ്ങളില്ല. അപ്പോൾ അതോടൊപ്പം ഞാനൊക്കെ സഹായിക്കാൻ നിന്നിരുന്നു. അത് കണ്ട് വളർന്നുകൊണ്ട് ഒരു കാർഷിക സംസ്കാരം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ കടുങ്ങല്ലൂർ വന്നിട്ട് 5 വർഷം ഞങ്ങൾ കൃഷി ചെയ്തു ഇവിടെ. അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തുക. സഹായിക്കാൻ ഒരാളുണ്ട്, ഞങ്ങൾ ഒപ്പം നിൽക്കും. ഒരു 10 തരം പച്ചക്കറികൾ ഞങ്ങളിവിടെ ഉണ്ടാക്കി. കോളിഫ്ലവറും ക്യാബേജും അടക്കം, ചേന, ചേമ്പ്, പയർ, വെണ്ടയ്ക്ക, വഴുതനങ്ങ അടക്കം 6 മാസത്തേക്കുള്ള ജൈവ പച്ചക്കറികൾ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് വയ്യ, പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൃഷിയോടുള്ള ആഭിമുഖ്യം തുടങ്ങുന്ന അന്നാണ്. ഇപ്പം പശുക്കളും ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു. അതെ, ആട്ടുമാൽ കുടിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ആട്ടും കുട്ടികളുടെ ഒപ്പം കളിച്ചാൽ വളരുന്നേ. അങ്ങനെ പ്രകൃതിയോട് ഭയങ്കരമായിട്ട് സ്വാഭാവികമല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഇവിടെ കണ്ടില്ല, ഞങ്ങൾ താമരക്കുളമുണ്ട്, തൊട്ട് താഴെ ഒരു ആമ്പൽക്കുളമുണ്ട്. ആമ്പലിൽ വാസ്തവത്തിൽ 5-6 കളറുണ്ടായിരുന്നു ഒരു കാലത്ത്. ഒക്കെ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ട് നട്ട് വളർത്തിയതാണ്. പിന്നെ വെള്ളപ്പൊക്കത്തിൽ കുറച്ച് നശിച്ചു പോയി. താമരപ്പൂ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ വെള്ളത്താമര കുറച്ച് അപൂർവമാണ്. അധികം കേരളത്തിൽ കാണുന്ന ചുവന്ന താമരയാണ്. ഒറ്റ മകനായിരുന്നല്ലോ. ഒറ്റ മകനായിരുന്നു. ഏകാന്തത ഒരു ബുദ്ധിമുട്ടായിരുന്നു, അത് അനുഗ്രഹമായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ആരോടെങ്കിലും തമ്മിത്തല്ലി തമ്മിത്തല്ലിയാണ് വളരേണ്ടത്. അതില്ല, അത് സാധിച്ചില്ല. അതുകൊണ്ട് അന്തർമുഖനായി. പക്ഷെ അതെന്നെ സഹായിച്ച എഴുത്തില്ല. അതെ അതെ അതെ, സമൂഹത്തിൽ ഇടപെടാൻ ഈ തമ്മിൽ അല്ല, ഞാൻ അതിനുശേഷം കോളേജ് തലത്തിലും അതിനുശേഷം ഇപ്പം ഞാൻ കേരളം അടക്കം ഒരു 8 സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, പഞ്ചാബ് വരെ, പാകിസ്ഥാൻ ബോർഡർ വരെ. അപ്പോൾ നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ധൈര്യം തന്നത് ഈ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തെ വളർച്ചയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും, ഇപ്പോൾ ബോംബെയിൽ
പൂനെയിലായിരുന്നു തുടക്കം. അവിടെ ആകുമ്പോൾ മറാഠി കേട്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഏറ്റവും പഞ്ചാബിൽ പോയാൽ പഞ്ചാബി കേട്ടാൽ മനസ്സിലാവും, കന്നഡ കേട്ടാൽ മനസ്സിലാവും, കുറച്ചൊക്കെ തെലുങ്ക് മനസ്സിലാവും, തമിഴ് നന്നായിട്ട് മനസ്സിലാവും, ഹിന്ദിയിൽ അത്യാവശ്യം പ്രസംഗിക്കാനും കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു നമുക്ക് മനസ്സിന് തരുന്ന ഒരു കുളിരുണ്ട്. ഇപ്പം ഞാൻ എവിടെ പോയാലും അതിനോടൊപ്പം നിൽക്കാൻ പറ്റും. നമ്മളൊരു അന്യനല്ല, ഒരു ദിക്കിലും അന്യനല്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയും സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ എഴുത്തിൽ ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ബംഗാളികളായിരുന്നു. അതുകൊണ്ട് എൻ്റെ നോവൽ നോക്കിക്കോളൂ, മിക്കവാറും എല്ലാ നോവലിലും ഒരു ബംഗാളി കഥാപാത്രം ഉണ്ടാവും. അത് അറിയാതെ വരുന്ന ഉദാഹരണത്തിന് ഒരു ബുദ്ധിജീവി പ്രൊഫസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബംഗാളിയെ സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ബംഗാളുമായിട്ട് നമുക്ക് അവരുടെ സാഹിത്യം, സിനിമ, രാഷ്ട്രീയം, ഫുട്ബോൾ, മലയാളികൾക്ക് ഒരുപാട് താരതമ്യമുണ്ട്, രാഷ്ട്രീയം വരെ എല്ലാത്തിലും. സാർ ഇപ്പം അന്യസംസ്ഥാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളും പോയിട്ടുണ്ട്. 30ഓളം രാജ്യങ്ങൾ. 30ഓളം. അത് ആദ്യം തുടങ്ങിയത് നേപ്പാളാണ്, ഏറ്റവും ഒടുവിൽ സ്പെയിനാണ്. എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരൻ സെർവാൻറ്റീസാണ്. ഷേക്സ്പിയറുടെ ആയിട്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തോട് താരതമ്യപ്പെടുത്താവുന്ന എഴുത്തുകാരൻ. 400 കൊല്ലമാണ് അവരൊക്കെ ജീവിച്ച് സെർവാൻറ്റീസ്. അപ്പോൾ അവിടുത്തെ പുസ്തകോത്സവത്തിനൊരു ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ പോയി. അതൊരു 4-5 കൊല്ലം ഡോൺ കിക്സോട്ട് എന്ന് പറഞ്ഞാൽ ഡോൺ കിക്സോട്ട്. അത് അവരുടെ ഭാഷയിൽ, സ്പാനിഷ് ഭാഷയിൽ ഡോൺ കിഹോത്തെ എന്നാണ് പറയുന്നത്. ഡോൺ കിഹോത്തെ. അത് നല്ല മനോഹരമായ, പീറ്റർ ഓട്ടോളും സോഫിയ ലോറൻ അഭിനയിച്ച മനോഹരമായ സിനിമയുണ്ട്. ഞാനത് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മറ്റേ ആ വിൻഡ് മില്ലിനോട്. അത് തന്നെ. അത് ദ മാൻ ഫ്രം ലാ മാഞ്ച എന്ന് പറ്റാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ലാ മാഞ്ച എന്ന് പറയുന്ന ഒരു കൽപ്പിത ദേശമാണ്. അവിടെയാണ് അയാൾ ഈ വിൻഡ് മില്ലിലേക്ക് ആക്രമിക്കുന്നത്. അതെ. അനീതിക്കെതിരെ പോരാടുകയാണ് ഒരു കഴുതപ്പുറത്ത്. അപ്പോൾ ആ ലാമാഞ്ച എന്ന് പറഞ്ഞ കൽപ്പിത പ്രദേശം അവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ്. അങ്ങനെ സ്ഥലമില്ല. ആണോ? സാറിൻ്റെ നോവലുകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഈ ബഷീറിന് എല്ലാ ജീവജാലങ്ങളും സ്വന്തം കൂടപ്പിറപ്പ് പോലെയാണ്. സാറിനാകട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ നോവലുകളിൽ ഈ പ്രകൃതിയിലുള്ള പക്ഷികൾ, കാലം കോഴി എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ സാറ് നടത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നേരിട്ട്? അല്ലല്ല, അത് നമ്മുടെ നാട്ടിൻപുറത്ത് വളർച്ചയാണ്. ആണോ? കാരണം ഈ കാലം കോഴിയുടെ കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മളൊക്കെ നാട്ടിൻപുറത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും മരിക്കാൻ പോവുകയാണെങ്കിൽ കാലം കോഴി കൂവും എന്നൊരു വിശ്വാസം, അത് കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പം നാട്ടിൻപുറത്ത് വിശ്വാസം, അതായത് കോഴി കൂവിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. മിക്കവാറും സൂക്കടിയില്ല കിടക്കുന്ന ആളാണെങ്കിൽ ആൾ പോയി കിട്ടുന്ന ആളുടെ വിശ്വാസം. പിന്നെ എൻ്റെ കഥയിൽ, ആദ്യകാല കഥകളിൽ വന്നിരുന്നത് ഈ കാലം കോഴിയുടെ കൂവിൽ വരും, കാലം വരുന്ന പോത്തിൻ്റെ അമറൽ വരും, കുളമ്പടികൾ വരും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ ദഹിപ്പിക്കാനായിട്ട് സ്വന്തം മാവാണ് വെട്ടുക. അപ്പോൾ ആ മാവ് വെട്ടുന്ന കോടാലി വീഴുന്നത് ശബ്ദം വരും. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഇത് കഥ അങ്ങനെ പൊലിപ്പിക്കുന്നത്. മനഃപൂർവ്വമല്ല, അങ്ങനെ വരിക. പക്ഷെ അത് ശരിക്കും ഈ പ്രകൃതിയെ ഭയങ്കരമായിട്ട് സാർ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പക്ഷികളുടെ കാര്യം നാട്ടിൻപുറത്തെ ഇതിന് വേണ്ടി ഇവിടെ തന്നെ കാലത്ത് കൃത്യം ഒരു 3:30 മണി തൊട്ട് പലതരം പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഞാൻ ഈ കിളിമൊഴികൾ എഴുതാനുള്ള പ്രേരണ അതിൽ നിന്നാണ്. കാരണം അവർ തമ്മിൽ സല്ലപിക്കുന്നതോ വഴക്കിടുന്നതോ അല്ലെങ്കിൽ പരസ്പരം സംവദിക്കുന്നതോ, അവർക്കൊരു ഭാഷയുണ്ട്. പക്ഷികൾക്ക് ഭാഷയുണ്ട്, നമുക്കറിയില്ല. പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കുന്ന ആളുകളുണ്ടായിരുന്നു, മഹർഷിമാരുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വിശ്വാസമാണ്. എന്തായാലും ഇപ്പം ഞാൻ കൃത്യമായിട്ട് പറയാം. രാവിലെ ഒരു 5:45 ഇപ്പോഴും ഞങ്ങളെ വിളിച്ചുണർത്തുന്നൊരു പക്ഷിയുണ്ട്. കൃത്യമായിട്ട് ആ സമയത്ത് കൂവിയിരിക്കും, 1 മിനിറ്റ് വ്യത്യാസമില്ല. അപ്പം ഇവരൊക്കെ എവിടുന്ന് വരുന്നു, അവർക്ക് ടൈമിങ് എങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. സാർ അത് കേട്ട് നടക്കാനും പോകും. എനിക്ക് തോന്നുന്നു സാർ, ഇതെല്ലാം എല്ലാവരും ഒബ്സർവ് ചെയ്യണമെന്നില്ല, അല്ലേ? അത് പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, പലയിടത്തും ഉണ്ട്. പക്ഷെ അതിനെ തേടുന്ന ഒരു മനസ്സാണല്ലോ, അത് ചെവിയിലെത്തണം.
എഴുത്തുകാരൻ്റെ മനസ്സ് മാത്രമല്ല, പ്രകൃതി സ്നേഹിയുടെ മനസ്സ്. മനസ്സ്, അതെ. ഇപ്പം ഞാൻ എവിടെ പോയാലും ഇതുപോലെ ഇപ്പം നമ്മൾ യൂറോപ്പിലൊക്കെ പലയിടത്തും പോകുമ്പോൾ ഈ നമ്മൾ ഈ ആർട്ട് ഗാലറി പോകുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഏരിയയിലൊക്കെ പോകും. കാരണം അത് പോകാൻ പറ്റുന്ന ഏരിയയിൽ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നുമില്ല. ഈ യൂറോപ്പിൻ്റെയൊക്കെ ഗ്രാമങ്ങൾ, ഇപ്പം ലണ്ടൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങൾ എന്ത് മനോഹരമായ ഗ്രാമങ്ങൾ. അതുപോലെ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും സ്വിറ്റ്സർലാൻഡിലൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു 10-50 ഏക്കർ സ്ഥലം ഇങ്ങനെ വലിയ കമ്പി വലിയിട്ടിട്ട് അതിൻ്റെ അകത്ത് പശുക്കളെ അഴിച്ചു വിട്ടിരിക്കുക. ഒരു ഇതുമില്ല, ഒരു മണി ഉണ്ടാവും കഴുത്തില്ല. വാസൽ വൈകുന്നേരം ആകുമ്പോൾ അത് അവിടെ എത്തിക്കോളും. അതൊക്കെ ഒരു അസാധ്യ മെഡോസ് എന്ന് പറയില്ലേ, പുൽത്തകിടികൾ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന പുൽത്തകിടി. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടെ ഒരു ട്രെയിനിൽ പോകുമ്പോൾ അസാധ്യ കാഴ്ചകളാണ്. സാറ് ഇവിടെ കോളേജിൽ പഠിച്ചത് ഏത് കോളേജായിരുന്നു? യു സി കോളേജ് 56 തൊട്ട് 60 വരെ. അപ്പം അന്ന് ആ കോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന അതിവിദഗ്ധന്മാരായിരുന്നു. ഇംഗ്ലീഷിലൊരു വരദരാജൻ അയ്യങ്കാർ, മറ്റേ മാത്സിൽ ഒരു വെങ്കിട്ടരാമൻ, കെമിസ്ട്രിയിൽ ഒരു അനന്തരാമൻ, ഇങ്ങനെ കുറേ ആളുകൾ. പിന്നെ കുറ്റിപ്പുഴ സാറുണ്ടായിരുന്നു മലയാളത്തിൽ. അപ്പം അന്ന് എനിക്ക് ദേശം അന്നേ അറിയപ്പെടുന്ന കവിയാണ്. അപ്പം ഞാനൊക്കെ വളരെ വിഡ്രോണായിട്ട് മാറി നിന്നിരുന്നു. അന്നൊന്നും എഴുതിയിട്ടൊന്നുമില്ല, ഒരു സ്റ്റേജിലും കയറിയിട്ടില്ല. സ്കൂളിലും കോളേജിലും ഒരു സമ്മാനവും പഠിച്ചില്ല. എഴുത്ത് സംഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ഡൽഹിയിലാണ് വാസ്തവത്തിൽ. അതിനുമ്പോൾ ബോംബെയിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിലൊക്കെ പലതൊക്കെ എഴുതാൻ നമ്മൾ ആലോചിക്കും. മനസ്സിൽ കുറിച്ചിടലുണ്ടല്ലോ, കടലാസ് ഇട്ടില്ലെങ്കിലും. പിന്നെ ഡൽഹിയിലാണ് അതിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. സാറിൻ്റെ 20കളാണോ അത്? അപ്പം 67 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് 25 വയസ്സ്. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റായിട്ടൊരു കാരണം വന്നത്, ഞാൻ അന്ന് റെയിൽവേ ബോർഡിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് തന്നെ കാക്കനാടൻ. അപ്പോൾ കാക്കനാടൻ അന്നേ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അപ്പോൾ എതിരെയുള്ള കൃഷിഭവനിലാണ് നാരായണപിള്ള, MP നാരായണപിള്ള. അപ്പോൾ ഒരു ദിവസം കാക്കനാടൻ ഞാൻ അവിടെ ഒരു എൻ്റെ മുകളിൽ ഏറ്റവും മുകളിലൊരു ക്യാൻറ്റീനുണ്ട്. അപ്പോൾ മിക്കവാറും കാക്കനാടൻ ഉഴപ്പനായതുകൊണ്ട് മിക്കവാറും പുള്ളി അവിടെ ആയിരിക്കും. ആ പുള്ളി അവിടെ എല്ലാവരും എഴുതി തള്ളി പുള്ളി. അവിടെ ആരും അന്വേഷിക്കില്ല. പുള്ളി അറിയാം ഞാൻ ഉഴപ്പനെ, ആരും അന്വേഷിക്കില്ല. അപ്പോൾ അത് ജോർജ് വർഗീസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ കാക്കനാടനായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാക്കനാടൻ പറഞ്ഞേ നല്ലതായിരിക്കില്ല കേട്ടത്. ഒരു ദിവസം പുള്ളിയുടെ സിഗരറ്റ് ഓഫീസിലിരുന്ന് സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിച്ച് ബോസിൻ്റെ മേശവിരി കത്തി. അതൊക്കെ സഹിക്കാൻ പറ്റുമോ പഞ്ചാബികളാണ്. അതോടുകൂടി അവർ ഇവനെ പിരിച്ചുവിടാൻ പറ്റില്ല, സർക്കാരാണ്. അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ പുള്ളി മുകളിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം ഞാൻ കേട്ടിരിക്കുന്നത് ഞങ്ങൾ എഴുത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ എഴുത്തിനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ കാക്കനാടൻ പറഞ്ഞു ഇങ്ങനെ കേരള ക്ലബ്ബിൽ വെള്ളിയാഴ്ച ഒരു സാഹിത്യ സഖ്യം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, താല്പര്യമുണ്ട് അവിടെ വരുമോ, അവിടെ പല എഴുത്തുകാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പോയി അവിടെ. അപ്പോൾ അവിടെ അക്കാലത്ത് സീനിയേഴ്സായിട്ട് IKKM എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ടായിരുന്നു. പിന്നെ P നാരായണക്കുറുപ്പ്, MP നാരായണപിള്ള, OV വിജയൻ, VKN, മുകുന്ദൻ ഉണ്ടായിരുന്നു. പക്ഷെ മുകുന്ദൻ എഴുതി തുടങ്ങുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് എൻ്റെ അതേ പ്രായമാണ്. സീനിയർ എന്ന് പറയുന്നത് വിജയൻ, VKN, കാക്കനാടൻ, MP നാരായണപിള്ള. പിന്നെ ഒരു ജയദേവൻ മരിച്ചു. നാരായണപിള്ള അന്ന് കഥകൾ മറ്റേ കള്ളനൊക്കെ എഴുതിയ അത് തന്നെ. എനിക്ക് ഏറ്റവും ആദരവുള്ള ഒരു ചെറുകഥാകൃത്താണ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ എതിരെയുള്ള കൃഷിഭവനിലായിരുന്നു പുള്ളി. അപ്പോൾ അവിടെ വെച്ചാണ് ഈ എഴുത്തിന്. ഇപ്പം ഇവർക്കൊക്കെ എഴുതാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എഴുതിക്കൂടാ? അങ്ങനെ അപ്പോൾ സാർ ഇതൊക്കെ മൊത്തത്തിൽ എല്ലാവരും കൂടി വായിക്കുന്ന പ്രകൃതമൊക്കെ. അന്ന് ഓരോ വെള്ളിയാഴ്ചയും ആരെങ്കിലും കഥയോ വായിക്കും. അവിടെ ഇരിക്കുന്നവർ 10-25 പേരുണ്ടാവും. അവരെ നിശിതമായി ആക്രമിക്കും. എന്ത് വേണേൽ പറയാം, ചെറുപ്പക്കാരെല്ലാവരും. ഒരു 5-6 വയസ്സ് വ്യത്യാസം കാണുള്ളൂ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളൊക്കെ അതിനെ ദുഃഖവെള്ളിയാഴ്ചയാണ് പറഞ്ഞു വിട്ടിരുന്നത്. കാരണം അത് എന്തും കേൾക്കാൻ തയ്യാറായിട്ട് അവിടെ വരാവൂ. അപ്പോൾ ആദ്യകാലത്തൊന്നും ഞാൻ എഴുതാൻ പോകുന്ന സമയമാണത്. അപ്പോൾ അന്ന് ആരോടും പറയാതെ ഞാനൊരു കഥ എഴുതുകയാണ്, ദാഹിക്കുന്ന ഭൂമി. അപ്പോൾ അതിനൊരു വലിയ അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം, കുറച്ച് വിശദമായിട്ട് തന്നെ പറയാം. കാരണം ഈ 66 ബീഹാറിലൊരു വലിയ വരൾച്ച ഉണ്ടായി. ആ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ വരൾച്ച. അപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ സെക്ഷനിൽ കുറേ ബീഹാറി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു വേണമെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കാണാമെന്ന് പറയും, ചെറുപ്പക്കാരെല്ലാവരും. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ആ ഏരിയ മുഴുവൻ കറങ്ങി, ഒരു 2 വില്ലേജ് കറങ്ങി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ കാഴ്ച. കാരണം നമ്മൾ ഈ പച്ചപ്പിൻ്റെയും വെള്ളത്തിൻ്റെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുക. അതുപോലെ എന്ന് പറഞ്ഞാൽ ദ്വീപാണ്, 4 വശം പുഴയാണ്, കാണുന്ന മുഴുവൻ ഈ പച്ചപ്പാണ്. ഇതാണെങ്കിൽ മരുഭൂമി പോലെ വരണ്ട ഭൂമി, പ്ലെയിൻ ചുവന്ന മണ്ണ്. അതേ സമയത്ത് പുഴ വറ്റിപ്പോയി. സോൺ നദി എന്ന് പറഞ്ഞ നദിയുണ്ട്, പുഴ വറ്റിപ്പോയി. അവിടെ കന്നുകാലികൾ ചത്ത് മലച്ച് കിടക്കുന്നു. അതേ സമയത്ത് മഴ പെയ്യാനായിട്ട് ഹോമം നടക്കുന്ന ഒരു വശത്ത്. അപ്പോൾ സർക്കാർ വക കുറേ വണ്ടികൾ വന്ന് കുറേ ധാന്യങ്ങൾ വരേണ്ട, അതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകും. അതുപോലെ മഴ പെയ്യിക്കാന്ന് പറഞ്ഞാൽ മഴയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച മഴ എന്ത് വേണമെങ്കിലും, പിന്നാണ് ക്ലൗഡ് സീഡിങ് ഒക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെയായാലും കുറച്ച് വെള്ളം വേണം. കാരണം സ്ത്രീകളൊക്കെ കുടത്തിലൊരു 10 മൈലുകൾ തലയിൽ ഒരു കുടം വെള്ളം കൊണ്ടുവരുന്നു കുടിക്കാനായിട്ട്. കുളിയിൽ നിന്നുള്ള ഒന്നും പ്രശ്നമില്ല. ഇത് നമുക്ക് മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കന്നുകാലികളുടെ ശവങ്ങൾ കൊത്തിക്കീറാനായിട്ട് കഴുകൻ പറന്ന് വരും, കൊത്തി പറിച്ചിടുന്നു. BBC-ക്കാർ ഓടി നടന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ദൂരദർശൻ്റെ തുടക്കകാലം, അവർക്ക് ഒബിവാനോ ഒന്നുമില്ല. ആകെ കൊണ്ണാട് പ്ലേസിലെ ഒരു തൂണിൽ ഇങ്ങനെ വരയോടുകൂടി ഇങ്ങനെ ഓടുന്ന ഒരു സാധനമായിരുന്നു. അതൊന്നും ആയിട്ടില്ല അവർക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് 2 രാത്രി ഉറക്കം പോയി. നമുക്ക് വിശ്വസിക്കാം. ഞങ്ങൾ 2-3 ദിവസം കറങ്ങി നടന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറിച്ചിട്ടു. അത് എൻ്റെ റൂംമേറ്റ് കാണാതെ ബർസാത്തിലിരുന്ന് കുറിച്ചിട്ടു. അപ്പോൾ അത് പിന്നീട് എനിക്ക് തോന്നിയത് കൊള്ളാമല്ലോ. പക്ഷേ ഇത് കഥയാണോ ലേഖനമാണോ റിപ്പോർട്ടാണോ ഒന്നും എനിക്കറിയില്ല. വാസ്തവത്തിൽ എഴുതി കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കൊള്ളാമല്ലോ. പക്ഷേ ഇത് ആർക്ക് കൊടുക്കും, ആര് പബ്ലിഷ് ചെയ്യും, അതൊന്നും അറിയില്ല. ഒരു ചങ്കൂറ്റം, ചുമ്മാ കിട്ടട്ടെ എന്ന് പറയും. മാതൃഭൂമിക്ക് എന്നെ അങ്ങോട്ട് അയക്കുന്നു. അന്ന് MT ആണ്. അതെ, MT ആണ്. വാസ്തവത്തിൽ ഇത് ചവിറ്റോട്ടെ പോകുന്ന ഉറപ്പായിരുന്നു. സാറിന് മാതൃഭൂമി പറയുക അതിനകത്ത് കവർ വയ്ക്കണം, മടക്കി കിട്ടാൻ. എനിക്കിത് മടക്കി കിട്ടില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അത് ചവിറ്റോട്ടെ പോട്ടെ എന്ന് കരുതി അങ്ങ് അയച്ചു കൊടുത്തു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞ് MTയുടെ ഒരു ചെറിയ ഇൻലൻഡ് ലെറ്റർ വരുന്നു, കഥ വായിച്ചു, നന്നായിരിക്കുന്നു, പ്രസിദ്ധീകരിക്കാൻ മാറ്റി വെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയ പോലെയാണത്. കാരണം 67 ആദ്യത്തെ കഥ മാതൃഭൂമി പബ്ലിഷ് ചെയ്യുന്നു. അപ്പം അതിനു മുമ്പ് ഞാൻ എന്തിനൊക്കെ അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതൊന്നും അവർ മറുപടി അയച്ചില്ല, വെളിച്ചവും കണ്ടില്ല. എന്തായാലും അത് തന്ന ധൈര്യം വലുതാണ്. കാരണം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേരള ക്ലബ്ബിൽ ഇരിക്കുന്ന പോലെ എനിക്കും അവിടെ ഇരിക്കാം. എനിക്കൊരു കസേരയുണ്ട്. ഞാനൊരു എഴുത്തുകാരനായത് മാതൃഭൂമിയിൽ കഥ വന്നു. അപ്പോൾ ആദ്യത്തെ ഇത് വരുമ്പോൾ ഞാൻ കൊണ്ണാട് പ്ലേസിലെ ഒരു തമിഴൻ്റെ കടയുണ്ട്, അവിടെ തൂണിച്ചാരി ഇന്ന് അത് വായിച്ചത്, വീർപ്പടക്കി വായിച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല. നമ്പൂരിയുടെ പടം കൂടിയാണ് വരുന്നത്. അത് വാസ്തവത്തിൽ ഒരു വലിയ ധൈര്യമായിരുന്നു. പിന്നെ അതിൽ വേറെ തമാശയുണ്ടായിരുന്നു. അന്നത്തെ ഈ അച്ചടിയുടെയൊക്കെ ഒരു അച്ചടി തെറ്റിൻ്റെ ഒരു രസം, അച്ചടി പിശാച്, അതിൻ്റെ അവസാനത്തെ വരി കിഴവൻ ചിരിച്ചു എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇവർ പ്രിൻ്റ് വന്നപ്പോൾ കിഴവൻ മരിച്ചു എന്നായി. അതൊക്കെ പ്രൂഫ് റീഡിങ്ങിൻ്റെ മഹത്വം. അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ടൊക്കെ ഈ പാലം പണിയുമ്പോൾ ആരെങ്കിലും മരിച്ച് ചോര വീണെന്ന് പറയും. ഇവിടെ പ്രധാന കഥാപാത്രത്തിനെ കുരുതി കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കാലം 56 കൊല്ലം എഴുതിയിട്ട് അത് ഉറച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാൻ ഒരുപാട് ആത്മവിശ്വാസത്തോടെ ഒരുപാട് എഴുതി. അക്കാലത്തെ ഒരു മാസത്തിൽ
ആഴ്ചപ്പതിപ്പിൽ തന്നെ ഒരു 2 കഥയെങ്കിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ. അപ്പൊ ഈ നോവൽ എന്ന് പറയുന്ന സങ്കല്പമൊന്നും അന്നില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞാണ് ഈ ഞങ്ങളടിമകൾ എഴുതുന്നത്. അത് എൻ്റെ ആദ്യകാലത്ത് വളരെയധികം വായിക്കപ്പെട്ട നോവലാണ്. അത് തൃശ്ശൂരെ കറണ്ട് തോമസ് ഞാൻ കൊടുത്തിട്ട് 3 ആഴ്ചക്കുള്ളിൽ പുസ്തകമാക്കി. 3 ആഴ്ച. ഞാൻ അറിഞ്ഞില്ല. പുസ്തകങ്ങളിലുണ്ടെന്ന് ആരോ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് കോപ്പിയൊക്കെ വരുന്നത് പിന്നീടാണ്. ആ പുസ്തകമാണ് സിനിമയാക്കിയത് അല്ലേ? അതാണ് പൂത്തിരുവാതിൽ നല്ല സിനിമ വന്നു. അതിന് അവാർഡ് കിട്ടിയില്ലേ? അവാർഡ് എനിക്ക് കഥയ്ക്ക് അവാർഡ് കിട്ടി. അത് കൊല്ലത്തെ 2nd ബെസ്റ്റ് ഫിലിമായിരുന്നു. വിജയരാഘവനും ചിപ്പിയായിരുന്നു അതിൽ. സാറ് തന്നെയായിരുന്നു അതിന്റെ തിരക്കഥ? അല്ല അതൊക്കെ ഗോപിനാഥ് കഥ മാത്രം എടുത്തു. ബി ആർ ഗോപിനാഥാണ് ചെയ്തത്. ഞാനെപ്പോഴും സാറിൻ്റെ എഴുത്ത് ജീവിതം മുഴുക്കൻ നോക്കുമ്പോൾ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം, സാറ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരു സാധാരണ സ്റ്റാഫ് പോലും ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എഴുതുന്നത് കുറച്ച് ശ്രമകരമാണ്. അത് പ്രത്യേകിച്ചും ലേഖനവും മറ്റ് കുറച്ചും കൂടി ചരിത്രം അങ്ങനെയൊക്കെ എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഒരു സർഗാത്മക രചന, ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ജോർജ് പറഞ്ഞ ഒരു ഭ്രമാത്മകമായിട്ടുള്ള രചനാ ലോകം, ഇതൊക്കെ സൃഷ്ടിക്കാൻ ഒരു വളരെ കൃത്യത പാലിക്കേണ്ട, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കേണ്ട ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴും അത് നമ്മളുടെ മൈൻഡിനെ ശരിക്കും 2ആയിട്ട് തിരിച്ചു വെച്ചിട്ട് വേണ്ടേ? ഒരു വശത്ത് വേറെ വേറെ വഴിയാണല്ലോ. അത് എങ്ങനെ സാറ്? 19 കൊല്ലമായിട്ട് കേൾക്കുന്ന ചോദ്യം അതേ മറുപടിയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് പരസ്പരം എനിക്ക് പോലും അറിയാത്ത ഏതോ മണ്ഡലങ്ങൾ ഇത് പരസ്പരം പൂരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വാസ്തവത്തിൽ ഇതൊരു വലിയ റിലീഫാണ് തന്നുകൊണ്ടിരുന്നത്. കാരണം മറ്റത് വളരെ റിയലായ ഒരു ലോകം, യഥാതഥമായ ലോകം. ബാങ്ക് എന്ന് പറഞ്ഞാൽ യഥാതഥമായ ലോകം. അവിടെ തെറ്റുകൾക്ക് വകുപ്പില്ല. തെറ്റുകൾ അപകടം സൃഷ്ടിക്കും. മറ്റിടത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അൺറിയൽ ലോകമാണ്. എൻ്റെ അടിമനസ്സാണ് എന്നെ നിയന്ത്രിക്കുന്നത്. പക്ഷെ അത് തരുന്ന വലിയ ആശ്വാസം, ആഹ്ലാദം അത് ചെറുതല്ല. പക്ഷെ എന്നെ ഇത് കുറേയൊക്കെ തുടർച്ചയായ അഭ്യാസം കൊണ്ടായിരിക്കാം. ഞാൻ ബാങ്കിൽ പോകുമ്പോൾ ഒരു ബാങ്കുകാരനാകുന്നു. തിരിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിൽ കയറിയാൽ ഞാൻ ബാങ്കിനെ മറക്കുന്നു. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് എന്നാണ് ഞാൻ പറയുക. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ ലോകമുണ്ട്. പക്ഷേ ഇതിനകത്ത് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പലരും ഒരു ഒഴികഴിവാണ്. ചിലർ പറയാം എനിക്കൊരു കത്തെഴുതാൻ സമയമില്ല, സാറങ്ങനെ നോവൽ എഴുതി. അത് ഒരു അർത്ഥമില്ലാത്ത കാര്യം. അപ്പം ഞാൻ ഉദാഹരണം പറയാം. അടയാളങ്ങൾ വളരെയധികം വായിക്കപ്പെട്ട നോവലാണ്. അത് എഴുതുന്ന കാലത്ത് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാനായിട്ട് അവസാന 2 കൊല്ലം ഞാൻ ഡൽഹിയിലും പഞ്ചാബ്, ഹരിയാന, UP അവിടെയൊക്കെ ബ്രാഞ്ചുകൾ തുറന്നിരുന്ന ബഹളമായിരുന്നു. കുറേ 10-14 ബ്രാഞ്ച് ചടപടം തുടങ്ങിയ സമയമാണ്. നല്ല യാത്രയായിരുന്നു, തുടർച്ചയായ യാത്ര. അപ്പോഴാണ് ഈ അടയാളങ്ങൾ, അതിനിടയിൽ എഴുതിക്കൊണ്ടിരുന്ന അടയാളങ്ങൾ എൻ്റെ മനസ്സിലുണ്ടപ്പോൾ. അപ്പം നമ്മുടെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ഒപ്പം സഞ്ചരിക്കണം. കഥാപാത്രങ്ങൾ വഴക്കിട്ട് ഇറങ്ങിപ്പോരുത്. അവിടെയാണ് ഈ നമ്മൾ സിനിമക്കാരെ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയില്ലേ, അതൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഇത് നമ്മൾ ആ തുടർച്ച നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക. സമയമൊക്കെ എല്ലാവർക്കും സമയമുണ്ട്, 24 മണിക്കൂറുകളിൽ എല്ലാവർക്കും. അതെങ്ങനെ നമ്മളെ അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് ഇംഗ്ലീഷിൽ പറയില്ല, ഒരു മുൻഗണനാക്രമം ഉണ്ടാക്കുക. ഞാൻ അധികമൊക്കെ ഓഫീസ് ജോലി കഴിഞ്ഞ് വന്നാൽ എനിക്ക് എഴുതാൻ പറ്റില്ല, രാത്രിയൊന്നും പറ്റില്ല, ക്ഷീണമോ. ഇപ്പം കൃത്യമായ ഒരു 10 മണിക്ക് കിടന്നും ഉറക്കവും വരും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഉറക്കം വരും. ബാങ്കിലൊക്കെ ഇത്ര അങ്ങേയറ്റം സമ്മർദ്ദം ഉണ്ടായിരുന്നാലും കിടന്ന ഉറക്കം വരും. വെളുപ്പിനിട്ട് 4 മണിക്കൊക്കെ എഴുതുന്നു. അപ്പോൾ അതിൻ്റെ വാസ്തവത്തിൽ തകഴിച്ചേട്ടൻ എന്നോട് ചോദിച്ചേ, എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന തകഴിച്ചേട്ടൻ ചോദിച്ചു, എടോ എനിക്ക് 3 മണിക്ക് എണീക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു 3 മണി ഒന്നും പറ്റില്ല, എന്നൊരു 4 ആക്ക്. അങ്ങനെ 4 മണിക്കായിരുന്നു ആദ്യകാലത്ത് എഴുതിയിരുന്നത്. ഈ കൈമുദ്രകളൊക്കെ എഴുതി 4 മണിക്ക് എണീറ്റാ. അതൊരു അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ സമയം അഡ്ജസ്റ്റ് ചെയ്യും. ഓഫീസിൽ പോകാനും അതിന് മുമ്പ് എഴുതാനും നടക്കാനും അത്യാവശ്യം വ്യായാമം ചെയ്യാനും നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യും.